all the bad thoughts, people who are half-nots. You are not as tough as സോ ഗൈസ്, നമുക്ക് നമ്മുടെ 2 പ്ലെയർ ഓഫ് ദ വീക്ക് പാക്കിൽ നിന്നും 2 ഫ്രീ സ്പിൻ അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കാം. നമ്മൾ ഡയറക്റ്റ് നമ്മുടെ പാക്കിലേക്ക് പോവുകയാണ്, പ്ലെയർ ഓഫ് ദ വീക്കിലേക്ക് പോവുകയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫ്രീ സ്പിൻ ഒന്ന് അവൈലബിൾ ആണ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പെഡ്രീനെയാണ്. പെഡ്രീനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻലി ആ ഒരു പെഡ്രിയുടെ ബോക്സ് ടു ബോക്സ് എന്ന് പറയുന്ന പ്ലെയിൻ സ്റ്റൈലാണ് എന്നെ അത്ര ഇംപ്രസ്ഡ് ആക്കിയത്. സോ യെസ്, എൻ്റെ മോനെ പെഡ്രീനെ തന്നെ നമുക്ക് ഫസ്റ്റ് ട്രൈയിൽ തന്നെ അല്ലെങ്കിൽ ഫ്രീ സ്പിന്നിൽ തന്നെ നമുക്ക് നമ്മുടെ ടാർഗറ്റിനെ തന്നെ കിട്ടിയേക്കുവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെഡ്രീനെ കിട്ടുവാണെങ്കിൽ മസ്റ്റായിട്ടും നമ്മൾ റിവ്യൂയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു പ്ലെയിൻ സ്റ്റൈലുള്ള പെഡ്രീനെ കളിപ്പിച്ച് നോക്കണം, അല്ലെങ്കിൽ എൻ്റെ സ്ക്വാഡിൽ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതെന്ത് തന്നെയായാലും കൊണാമി ഫ്രീ സ്പിന്നിൽ തന്നെ ഓക്കെ ആക്കി തന്നിരിക്കുവാണ്. സോ നമുക്ക് നേരെ നമ്മുടെ UCL ട്രൈ ചെയ്യാൻ പോവാം. UCL നമുക്ക് ഒരു ഫ്രീ സ്പിൻ അവൈലബിൾ ആണ്. നമുക്ക് ഡയറക്റ്റ് സ്പിൻ ചെയ്യാം. യെസ്, ഇതിലെ ടാർഗറ്റ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കിമ്മിച്ചാണ്. കിമ്മിച്ചിൻ്റെ ആ ഒരു പ്ലെയിൻ സ്റ്റൈൽ, ബിൽഡപ്പ് CB എന്ന് പറയുന്ന പ്ലെയിൻ സ്റ്റൈലിൽ ഇത്രയും പാസിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വേറെ ലെവലാണ്. എൻ്റെ മോനെ കിമ്മിച്ചിനെ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയേക്കുവാണ്. സോ ഗൈസ്, ഹൈലി ഞാൻ ഹാപ്പിയാണ്. കാരണം നമുക്ക് 2 പാക്കിൽ നിന്നുമായിട്ട് ഫ്രീ ട്രയലിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് കിട്ടിയേക്കുവാണ്. എന്ത് തന്നെയാലും ഹാപ്പിയാണ്. സോ നമുക്ക് നേരെ ഈ 2 പ്ലേയേഴ്സിനും നമ്മുടെ സ്ക്വാഡിലിടാം. സോ നമ്മൾ ഗെയിം പ്ലാൻ എടുക്കുവാണ്. അതിനുശേഷം പ്ലേസ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് സൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ലാസ്റ്റ് സൈൻ ചെയ്ത പ്ലെയർ നമ്മുടെ കിമ്മിച്ചും അതുപോലെ പെഡ്രിയും. കിമ്മിച്ചിനെ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ബിൽഡപ്പ് CBയിലേക്ക് റീപ്ലേസ് ചെയ്യാം. അതുപോലെ നമ്മുടെ പെഡ്രിയെ നമ്മുടെ CMFലോട്ടേക്കും റീപ്ലേസ് ചെയ്യാം. നമുക്ക് ഇൻ ഗെയിമിൽ എത്ര സ്റ്റാർട്ട് പോകുന്നു നോക്കിക്കഴിഞ്ഞാൽ പെഡ്രിക്ക് 101 പോകുന്നുണ്ട്. ബോക്സ് ടു ബോക്സ് ആണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ. 94 ബോൾ കൺട്രോളിങ്, അതുപോലെ തന്നെ 90-95 പൊസിഷൻ കിട്ടുന്നുണ്ട്. ലോ പാസ് 93 കിട്ടുന്നുണ്ട്. യെസ്, ഇത് തന്നെയാണ് ഞാൻ ഈ ഒരു പെഡ്രിയിൽ അല്ലെങ്കിൽ ഈ ഒരു കാർഡിൽ ഇൻട്രസ്റ്റ് ആവാൻ കാരണം. സോ അത്യാവശ്യം നല്ല സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡബിൾ ടച്ച് വരുന്നുണ്ട്, അത്യാവശ്യം സോൾ കൺട്രോൾ വരുന്നുണ്ട്. യെസ്, ത്രൂ പാസിംഗ് വരുന്നുണ്ട്, ക്രോസിംഗ് വരുന്നുണ്ട്, ഇൻ്റർസെപ്ഷൻ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ സ്കില്ലും വേണ്ടുന്ന എല്ലാ സ്കില്ലും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ 99 റേറ്റഡ് കിമ്മിച്ചിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡപ്പ് CB ആണ്. അതുപോലെ തന്നെ ലോ പാസ് 88, അതുപോലെ തന്നെ ലോഫ്റ്റഡ് പാസ് 90 കിട്ടുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ ഒരു കാർഡിൽ മെയിനായിട്ട് എന്നെ അട്രാക്ട് ചെയ്തത്. അതുപോലെ തന്നെ ഡിഫൻസീവ് സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ടാക്ലിംഗ് 91, അതുപോലെ തന്നെ 92 അഗ്രഷൻ വരുന്നുണ്ട്. എൻഗേജ്മെൻറ്റ് നോക്കുവാണെങ്കിൽ 90 വരുന്നുണ്ട്. നല്ല രീതിയിൽ സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പവർ വരുന്നുണ്ട്, ബാലൻസ് വരുന്നുണ്ട്, സ്റ്റാമിന വരുന്നുണ്ട്. എന്തുകൊണ്ടും മികച്ചൊരു കാർഡ് തന്നെയാണ്. സോ ഈ 2 കാർഡ് തന്നെയാണ് നമുക്ക് മെയിൻലി ഫ്രീ സ്പിന്നിൽ തന്നെ കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ നേരെ നമ്മുടെ ഡിവിഷൻ മാച്ചിലേക്ക് പോവാണ്. യെസ്, നമ്മളിവിടെ ഡിവിഷൻ 3 സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. കുറച്ച് മാച്ചസ് കളിച്ചിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ മാച്ചിലോട്ടേക്ക് പോവാണ്. സോ ഇങ്ങനെ ഒരു കാർഡ്, പ്ലെയർ ഓഫ് ദ വീക്ക് പോലുള്ള ട്രെൻഡിങ് കാർഡ് എന്തിന് റിവ്യൂവിന് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാർഡിൻ്റെ ഈ പറയുന്ന സ്റ്റാറ്റും അതുപോലെ തന്നെ നമ്മുടെ പെഡ്രിയുടെ പ്ലെയിൻ സ്റ്റൈലും മാത്രമാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാർഡുകളാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഭൂരിഭാഗം പേരും യൂസ് ചെയ്യുന്നത്. അവർ ഫ്രീ കിട്ടുന്ന കാർഡുകളും കാര്യങ്ങളൊക്കെയാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആവശ്യം തോന്നി. സോ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. യെസ്, റുമി, ബസ്കറ്റ്സ്, യെസ്, ഇട്ടു. എവിടെ നമ്മുടെ പ്ലെയർ എവിടെ? ഓക്കെ, പെഡ്രീൻ്റെ ഒരു ത്രൂ ബോൾ. യെസ്, നല്ല ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. യെസ്, എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ടച്ചും കാര്യങ്ങളൊക്കെ സീനാണ്, എനിക്കിഷ്ടമായി. പെഡ്രി. യെസ്, പെഡ്രി. ഷൂട്ട് ചെയ്തതാണ്. കിമിച്ച് എവിടെ? കിമിച്ച് നല്ല രീതിയിൽ കയറി നിൽക്കുന്നുണ്ടല്ലോ. കിമിച്ച്. യെസ്, ഈ ഒരു കിമ്മിച്ചിൻ്റെ കാർഡ് ഞാൻ പറഞ്ഞല്ലോ, മുന്നേ പറഞ്ഞ പോലെ തന്നെ പാസിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ സീനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള CBനെ കൊണ്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു നമ്മുടെ റുമിനെ പോലുള്ളയോ അല്ലെങ്കിൽ മെസ്സിനെ പോലുള്ള സ്പീഡി ആയിട്ടുള്ള പ്ലേയേഴ്സിന് നമ്മൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ കൊടുക്കുവാണ്. നമ്മൾ കൗണ്ടർ ടാർഗറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പാസിംഗ് എബിലിറ്റിയുള്ള CB ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൗണ്ടറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ലോഫ്റ്റഡ് പാസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കൗണ്ടറും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. അതാണ് ഇതുപോലുള്ള CBനെ കൊണ്ടുള്ള കിമ്മിച്ച് ഇതുപോലുള്ള CBനെ കൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള യൂസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാർഡിനെ പറ്റി നോക്കിയതും അതുപോലെ തന്നെ ഈ ഒരു കാർഡിൻ്റെ റിവ്യൂ ചെയ്യുന്നതും. സോ ബിസ്ക്കറ്റ്സ്, പെഡ്രി. യെസ്, പെഡ്രി പാസ്. യെസ്, അൽബ. എവിടെ പെഡ്രി പോയി. പെഡ്രി എന്ത് കഴിഞ്ഞാലും നമ്മുടെ ഈ പറയുന്ന നമ്മുടെ പ്ലെയിൻ സ്റ്റൈലിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഗ്രൗണ്ട് നിറഞ്ഞ് കളിക്കുന്നുണ്ട്. നമ്മുടെ മുന്നിലുള്ള കാർഡുകളൊക്കെ പെഡ്രീൻ്റെ മെയിനായിട്ട് വന്നത് ഓർക്കസ്ട്രേറ്ററും അതുപോലെ തന്നെ പ്ലേ മേക്കറും കാർഡുകളൊക്കെയാണ്. സോ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇത്തരം ബോക്സ് ടു ബോക്സ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കളിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സോ കിമ്മിച്ചിൻ്റെ ഹെഡിങ് ആയിരുന്നു. യെസ്, പെഡ്രി. യെസ്,
പുള്ളി ഫിസിക്കലി അത്ര സ്ട്രോങ് അല്ല തോന്നുന്നു. ബോളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് യെസ് ഒരു ചാൻസ് വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും അടിച്ച് കയറ്റിയേക്കാണ്. ഒരു ഗോൾ ഇട്ടിട്ടുണ്ട്. യെസ് നമ്മുടെ 8 ആണ്. ഡിവിഷൻ 3 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈറ്റ് മാച്ചാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ബോളും കാര്യങ്ങളൊക്കെ ഈ 2 പ്ലേയേഴ്സിനും കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം ഡിഫൻസീവ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിമ്മിച്ച് കാണിച്ചിട്ടുണ്ട്. പെഡ്രിയും പാസിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പെഡ്രിയുടെ റണ്ണ് കണ്ടോ, ഞാനതാണ് പറഞ്ഞത്, ഈ ഒരു ബോക്സ് ടു ബോക്സ് പറയുന്ന പ്ലേയിങ് സ്റ്റൈലിൻ്റെ പ്രത്യേകതയാണ്. നല്ല റണ്ണും കാര്യങ്ങളൊക്കെ ആയിരിക്കും പുള്ളിക്കാരൻ എടുക്കുന്നത്. ഈ പറയുന്ന പാസിങ്ങും കൂടി ഈ ഒരു റണ്ണിൻ്റെ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ സീനാവും. പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല രീതിയിൽ പെർഫോമൻസും കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. യെസ് കിമിച്ച് യെസ് കോസ്റ്റക്കുട്ട ബസ്കറ്റ്സ് യെസ് പെഡ്രി ത്രൂ യെസ് എൻ്റെ മോനെ സീന് കൊടു പോയി പെഡ്രി കണ്ടില്ലേ, നല്ല ത്രൂ ബോളും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. പുള്ളിക്കാരൻ നമ്മുടെ ബോക്സിൽ എത്തുന്ന ഡിഫൻസിനും ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ യെസ് കിമിച്ച് ഇൻ്റർസെപ്ഷൻ. എൻ്റെ ഗൈസ് ഞാൻ പറഞ്ഞില്ല, ഈ 2 കാർഡുകൾ ഞാൻ നമ്മുടെ പാക്ക് ഓപ്പണിങ്ങിൽ തന്നെ അല്ലെങ്കിൽ ഈ തേഴ്സ്ഡേ ഉള്ള അപ്ഡേഷൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ 2 കാർഡുകൾ അടിപൊളി ബോൾ കിട്ടിയിട്ടുണ്ട്. അടിപൊളി പെർഫോമൻസ് ആണ്. ഈ ഒരു ഫസ്റ്റ് ഹാഫ് കളിച്ച എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, അടിപൊളി പെർഫോമൻസ് ആണ്. ഞാൻ ഹൈലി ഇംപ്രസ്ഡ് ആണ്, ഹൈലി റെക്കമെൻഡബിൾ ആണ് ഈ 2 കാർഡുകളും. സോ ഡിഫൻസിലേക്ക് കൂടുതൽ ബോൾ വരുന്ന രീതിയിലായിരിക്കും ഞാൻ കളിക്കുക കേട്ടോ. കാരണം കിമ്മിച്ചാണ് ഇനി. പെഡ്രിയുടെ അത്യാവശ്യം നോക്കി കഴിഞ്ഞു. യെസ് കിമ്മിച്ച് നമുക്കിനി കിമ്മിച്ചിൻ്റെ പാസിംഗ് എബിലിറ്റിയാണ് നോക്കേണ്ടത്. യെസ് പോയി യെസ് വേണ്ടേക്ക് കിമ്മിച്ച് യെസ് മാച്ചപ്പ് ഉള്ളതുകൊണ്ട് കിമ്മിച്ചിൻ്റെ ലോഫ്റ്റ് പാസ്. യെസ് ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കൃത്യമായിട്ട് ഇതുപോലെ നമ്മുടെ CBസിന് പാസിംഗ് എബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കൗണ്ടറും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. വേണ്ടേക്കുള്ളിടത്തോളം കാലം ഡിഫൻസ് നോക്കേണ്ട ആവശ്യമില്ല. യെസ് ഞാൻ പറഞ്ഞില്ലേ, കിമ്മിച്ചിൻ്റെ ഈ ഒരു കാർഡ് ഡിഫൻസീവ് എബിലിറ്റി അത്ര വലിയ OP ഒന്നും അല്ലാന്നുണ്ടെങ്കിലും ഈ പറയുന്ന പാസ് വരുന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഗെയിമിൽ നല്ല ഡേഞ്ചറായി മാറുന്നുണ്ട്. യെസ് ത്രൂ പാസ് കണ്ടില്ലേ, നല്ല രീതിയിൽ അത്യാവശ്യം കയറി വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. കണ്ടോ ഇതുപോലുള്ള യെസ് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഈ CBക്ക് നല്ല പാസിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചാൻസും കാര്യങ്ങളൊക്കെ വരും. ഇത് മെയിൻലി നമുക്ക് സെക്കൻഡ് ഹാഫിലായിരിക്കും. നമുക്ക് എന്താ പറയുക, സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ ഓപ്പൺ ഡിഫൻസിൻ്റെ സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ ഡ്രെയിൻ ആവുന്ന ടൈമിലായിരിക്കും ഈ ഒരു CBനെ കൊണ്ട് മെയിനായിട്ടുള്ള യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നമ്മുടെ യെസ് പെഡ്രി യെസ് പോയി കിമിച്ച് ഈ ടൈം വരെ കളിച്ച ഒരു എക്സ്പീരിയൻസിൽ എന്ത് കഴിഞ്ഞാലും വേർത്ത് കാർഡ് തന്നെയാണ്. യെസ് മെസ്സി ബസ്കറ്റ്സ് കോസ്റ്റക്കുട്ട കിമിച്ചിന് ബാക്കൊന്ന് കൊടുത്തേക്കാം. യെസ് ഒന്ന് ഡിഫൻസ് റണ്ണ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല റണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്, കുഴപ്പമില്ല, നല്ല റണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിമിച്ച് ലോഫ്റ്റ് പാസ് കണ്ടോ, ഇതുപോലെ നമ്മുടെ ഫോർവേഡിന് നമ്മുടെ ബാക്കിൽ നിന്ന് തന്നെ പാസും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള CB വേണം. നമ്മുടെ ബെക്കംബോറിന് ഇതുപോലെ നല്ല പാസിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ ഇല്ലെങ്കിലും അത്യാവശ്യം പാസിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഇതുപോലെ പാസിംഗ് എബിലിറ്റിയുള്ള CB ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കൗണ്ടറും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതുപോലുള്ള CB എന്തുകൊണ്ടും വേർത്തായിരിക്കും. നിങ്ങളുടെ കയ്യിൽ കോയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ സ്പിന്നിൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഗൈസ് ഈ 2 കാർഡുകളും നിങ്ങൾ എടുത്തോളൂ. എനിക്കിപ്പോൾ ഫ്രീ സ്പിന്നിലാണ് കിട്ടിയേക്കുന്നത്, ഒരുപാട് പേർക്ക് കിട്ടിക്കാണും, ഞാൻ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. സോ എന്ത് കഴിഞ്ഞാലും വേർത്തായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് കഴിഞ്ഞാലും കമൻറ്റ് ചെയ്യുക. കിമിച്ചിൻ്റെ കാര്യത്തിലും അതുപോലെ പെഡ്രിയുടെ കാര്യത്തിലും ഞാൻ 100% ഗ്യാരണ്ടി തരാം. നല്ല കാർഡ് തന്നെയാണ്. ഈ പറയുന്ന പ്ലെയിൻ സ്റ്റൈൽ കൊണ്ട് നമ്മുടെ പെഡ്രിയും പൊളിയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന എബിലിറ്റി ഹൈലി ഇംപ്രസീവ് ആണ്. ഫസ്റ്റത്തെ ഒരു ഗെയിം പ്ലേ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഗെയിമിൽ കിട്ടും. ഒന്ന് കളിപ്പിച്ച് ശീലമായി കഴിഞ്ഞാൽ ഓക്കെയാണ്. പുള്ളിക്കാരൻ നമ്മുടെ RBയിലും അതുപോലെ തന്നെ LBയിലും നല്ല രീതിയിൽ കളിക്കും. ഈ പറയുന്ന പെഡ്രി ആയിക്കോട്ടെ നല്ല രീതിയിൽ തന്നെ CMFലും അതുപോലെ തന്നെ AMFലും കളിക്കും. ഈ ഒരു പ്ലേയിങ് സ്റ്റൈലിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഈ ഒരു ഗ്രൗണ്ട് നിറഞ്ഞ് ഓടിക്കളിച്ച് പുള്ളിക്കാരൻ കൈകാര്യം ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു CB എന്ന് പറയുന്നത് നിങ്ങളുടെ ഓപ്പോണൻറ്റ് നല്ല രീതിയിൽ അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു CB ആ ഒരു ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുകയും നല്ല രീതിയിൽ ഈ പറയുന്ന റൂമിക്കൊക്കെ നിങ്ങൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിൽ കൗണ്ടർ ടാർഗറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തെങ്കിൽ ഈ ഒരു റൂമിൽ ഈ ഒരു ഭാഗത്തായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഈ ഒരു CB ഇൻ്റർസെപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ത്രൂ ബോളും കാര്യങ്ങളൊക്കെ റൂമിക്ക് കൊടുക്കും. അത് കണക്ട് ചെയ്യാൻ സിമ്പിളായിട്ടുള്ള റണ്ണും കാര്യങ്ങളൊക്കെ റൂമിയുടെ ഭാഗത്ത് നിന്നുണ്ടാവും. സോ ഗൈസ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന്. ഇതുപോലുള്ള പ്ലെയർ റിവ്യൂവും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഏത് പ്ലെയറാണ് വേണ്ടതെന്നുള്ളത്. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണും ഗൈസ്, ബൈ.